നമസ്കാരം. ഇന്ന് നമ്മൾ ഇൻഫോസിസിനെ പറ്റി സംസാരിക്കുന്നത് വാർത്തകളോ അല്ലെങ്കിൽ മറ്റ് വിദഗ്ധരുടെ അഭിപ്രായങ്ങളോ കേട്ടിട്ടല്ല. പകരം കമ്പനി എല്ലാ വർഷവും പുറത്തുവിടുന്ന അവരുടെ സ്വന്തം വാർഷിക റിപ്പോർട്ടുകൾ മാത്രം നോക്കിയാണ് നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഒരു കമ്പനിയുടെ ശരിക്കുള്ള കഥ അവരുടെ സ്വന്തം വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം. ഈ ചോദ്യം ഒരുപക്ഷേ നിങ്ങളൊക്കെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവുമല്ലേ? വെറും 10,000 രൂപ വെച്ച് കോടികൾ ഉണ്ടാക്കാൻ പറ്റുമോ? സത്യം പറഞ്ഞാൽ ഏതൊരു സാധാരണ നിക്ഷേപകന്റെയും ഒരു വലിയ സ്വപ്നമാണത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം ഈ വലിയൊരു യാത്രയുടെ പിന്നിലുള്ള യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ തേടാൻ പോകുന്നത് ഇൻഫോസിസ് വർഷങ്ങളായി പുറത്തിറക്കുന്ന ഈ ഔദ്യോഗിക രേഖകളിൽ നിന്നാണ്. ഒരു കമ്പനിയുടെ വളർച്ചയുടെയും അവരുടെ കാഴ്ചപ്പാടിന്റെയുമൊക്കെ ഏറ്റവും സത്യസന്ധമായൊരു ചിത്രം നമുക്ക് ഇവിടെ നിന്നാണ് കിട്ടുക. ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ? നമ്മുടെ ഈ യാത്ര തുടങ്ങുന്നത് 90കളിലാണ്. ഇൻഫോസിസ് എന്ന ഈ വലിയ മരത്തിന്റെ ഒരു ചെറിയ വിത്തായിരുന്ന കാലം. അന്ന് അതൊരു ചെറിയ കമ്പനി മാത്രമായിരുന്നു, പക്ഷേ സ്വപ്നങ്ങൾ വളരെ വലുതായിരുന്നു. 1996 അവരുടെ വാർഷിക റിപ്പോർട്ടിൽ ഇൻഫോസിസ് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് മണിക്കൂറിന് പണം വാങ്ങുന്ന ഒരു സാധാരണ സോഫ്റ്റ്വെയർ സർവീസ് കമ്പനിയായി ഒതുങ്ങി നിൽക്കാൻ അവർക്ക് ഒരു പ്ലാനുമില്ലായിരുന്നു. പകരം സ്വന്തമായിട്ട് സോഫ്റ്റ്വെയറുകൾ ഉണ്ടാക്കി, അതായത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഉണ്ടാക്കി കൂടുതൽ മൂല്യം നേടാനായിരുന്നു അവരുടെ ലക്ഷ്യം. ഒന്ന് ആലോചിച്ചു നോക്കൂ, തുടക്കത്തിൽ തന്നെ എത്ര ദീർഘവീക്ഷണമുള്ളൊരു നിലപാടായിരുന്നു. അവരുടെ ലക്ഷ്യങ്ങൾ വളരെ കൃത്യമായിരുന്നു. ഇന്ത്യയിലെ മറ്റ് കമ്പനികളോട് മാത്രമല്ല, അന്താരാഷ്ട്ര തലത്തിലുള്ള വലിയ കമ്പനികളോടും പിടിച്ചു നിൽക്കണം. സ്വന്തമായി സോഫ്റ്റ്വെയർ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കണം. 2000 ആവുമ്പോഴേക്കും വരുമാനത്തിന്റെ 40% ഉൽപ്പന്നങ്ങളിൽ നിന്ന് വരണമെന്നായിരുന്നു അവരുടെ ടാർഗറ്റ്. പക്ഷേ ഇതെല്ലാം നടക്കണമെങ്കിൽ 2 കാര്യങ്ങൾ അത്യാവശ്യമാണെന്ന് അവർ മനസ്സിലാക്കി. ഒന്ന്, ജീവനക്കാർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ പഠിക്കാനുള്ള കഴിവ്. 2, കഴിവുള്ളവരെ കമ്പനിയിൽ തന്നെ പിടിച്ചു നിർത്തുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാം. 2000 മുതൽ 2010 വരെയുള്ള കാലഘട്ടം. ഇൻഫോസിസ് ഒരു ഇന്ത്യൻ കമ്പനി എന്ന നിലയിൽ നിന്ന് ഒരു ഗ്ലോബൽ പ്ലെയറായി മാറിയ ഒരു ദശാബ്ദമാണത്. ഈ ചാർട്ടൊന്ന് നോക്കിക്കേ. 2000കളിൽ ഇൻഫോസിസിന്റെ വരുമാനം റോക്കറ്റ് പോലെയാണ് കുതിച്ചത്. ഇതിന് പിന്നിലെ പ്രധാന കാരണം ഓഫ്-ഷോർ IT വിപ്ലവമായിരുന്നു. അതായത് ലോകത്തുള്ള വലിയ കമ്പനികളൊക്കെ അവരുടെ IT പണികൾ ഇന്ത്യയിലുള്ള കമ്പനികൾക്ക് കൊടുത്തു തുടങ്ങിയ ഒരു കാലം. ഇൻഫോസിസ് ആ അവസരം ശരിക്കും മുതലെടുത്തു. ഈ വളർച്ച പണത്തിൽ മാത്രമായിരുന്നില്ല കേട്ടോ. 2010 സാമ്പത്തിക വർഷം തീർന്നപ്പോൾ ഇൻഫോസിസിൽ 92,000-ലധികം ജീവനക്കാരുണ്ടായിരുന്നു. ഓർക്കണം, ഇത്രയും ആളുകളെ റിക്രൂട്ട് ചെയ്ത് ട്രെയിൻ ചെയ്ത് ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡിൽ പ്രൊജക്റ്റുകൾ ചെയ്യിപ്പിക്കുക എന്നത് ഒരു ചെറിയ കാര്യമല്ല. അവരുടെ വിജയത്തിന് പിന്നിലെ ഒരു മാസ്റ്റർ സ്ട്രോക്കായിരുന്നു ഈ ഗ്ലോബൽ ഡെലിവറി മോഡൽ. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതൊരു റിലേ ഓട്ടം പോലെയാണ്. അമേരിക്കയിൽ പകലാവുമ്പോൾ അവിടുത്തെ ടീം ജോലി ചെയ്യുന്നു, അവിടെ രാത്രിയാവുമ്പോൾ ആ ജോലി ഇന്ത്യയിലെ ടീമിന് കൈമാറുന്നു. അപ്പോൾ 24 മണിക്കൂറും പണി നടക്കും, ചെലവ് കുറയും, ക്ലയന്റിന് വേഗത്തിൽ കാര്യങ്ങൾ കിട്ടും. ഇത് IT ഇൻഡസ്ട്രിയെ തന്നെ മാറ്റിമറിച്ചൊരു ഐഡിയ ആയിരുന്നു. 2010 ആയപ്പോഴേക്കും അവരുടെ വരുമാനത്തിന്റെ ഏറ്റവും വലിയ ഭാഗം, അതായത് ഏകദേശം 68% വന്നത് നോർത്ത് അമേരിക്കയിൽ നിന്നാണ്. യൂറോപ്പിൽ നിന്ന് 22%. ഇത് അവരുടെ ഗ്ലോബൽ പ്രസൻസ് കാണിക്കുന്നുണ്ടെങ്കിലും 1-2 മാർക്കറ്റിനെ മാത്രം കൂടുതൽ ആശ്രയിക്കുന്നതിന്റെ ഒരു റിസ്ക് കൂടിയുണ്ട്. ഇതിനെപ്പറ്റി നമുക്ക് പിന്നീട് സംസാരിക്കാം. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ആ കാലത്ത് ഒരു ഇൻഫോസിസ് എംപ്ലോയി ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും തോന്നുക? കൺമുന്നിൽ കമ്പനി ഇങ്ങനെ റോക്കറ്റ് പോലെ വളരുന്നു, ലോകം മാറുന്നതിൻ്റെ ഒരു ഭാഗമാവുന്ന പോലെ, അല്ലേ? ഇപ്പോൾ നമ്മൾ അടുത്തൊരു ഫേസിലേക്ക് വരികയാണ്. ഇൻഫോസിസ് വേഗത്തിൽ വളരുന്നൊരു കമ്പനി എന്നതിൽ ഉപരി സ്ഥിരതയുള്ള, കയ്യിൽ ധാരാളം കാശുള്ള ഒരു ഭീമനായി മാറിയ കാലഘട്ടം. ഒരു ലോങ് ടേം ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വളരെ പ്രധാനമുള്ളൊരു പോയിന്റാണ്. ഇൻഫോസിസിന് കടം ഇല്ല. 2005 മുതലുള്ള റിപ്പോർട്ടുകളിൽ അവരിത് ആവർത്തിച്ച് പറയുന്നുണ്ട്. ലോൺ എടുത്തല്ല അവർ വളരുന്നത്, ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന കാശുകൊണ്ട് തന്നെയാണ്. ഇത് കമ്പനിയുടെ ഫിനാൻഷ്യൽ ഡിസിപ്ലിന്റെ വലിയൊരു തെളിവാണ്. 2014 റിപ്പോർട്ട് നോക്കിയാൽ കമ്പനിയുടെ കയ്യിൽ കാശായി മാത്രം 30,000 കോടിയിൽ അധികം രൂപയുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലൊക്കെ ഒരു അടിയന്തര സാഹചര്യത്തിനു വേണ്ടി കാശു മാറ്റിവെക്കുന്നത് പോലെ. പക്ഷേ ഇത് കുറേ വലിയൊരു തുകയാണ്. ഈയൊരു സാമ്പത്തിക ശക്തിയാണ് പ്രതിസന്ധി ഘട്ടങ്ങളിലും കമ്പനിക്കൊരു താങ്ങാവുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇപ്പോഴത്തെ കാലത്തേക്ക് വരാം. ക്ലൗഡ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സസ്റ്റൈനബിലിറ്റി, ഈ പുതിയ വെല്ലുവിളികളെ ഇൻഫോസിസ് എങ്ങനെയാണ് നേരിടുന്നത് എന്ന് നോക്കാം. 2022 റിപ്പോർട്ടിൽ അവരുടെ സ്ട്രാറ്റജി വളരെ ക്ലിയറായി പറയുന്നുണ്ട്. 3 കാര്യങ്ങളിലാണ് ഫോക്കസ്. 1, ക്ലയന്റുകളെ ഡിജിറ്റൽ ആവാൻ സഹായിക്കുക. 2, സ്വന്തം ജീവനക്കാർക്ക് പുതിയ ടെക്നോളജികൾ പഠിപ്പിച്ച് അവരുടെ കഴിവുകൾ കൂട്ടുക. 3, പരിസ്ഥിതി സൗഹൃദപരമായ ബിസിനസ്സിൽ ശ്രദ്ധിക്കുക. ശരിക്കും പറഞ്ഞാൽ ഒരു പഴയ IT കമ്പനിയിൽ നിന്ന് ഒരു ഡിജിറ്റൽ പാർട്ട്ണറായുള്ള ഒരു മാറ്റമാണിത്.
കമ്പനി വലുതാവുമ്പോൾ കിട്ടുന്ന ലാഭം ഇൻവെസ്റ്റേഴ്സിന് തിരികെ കൊടുക്കാനും അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അതിനുള്ള ഒരു വഴിയാണ് ഷെയർ ബൈബാക്ക്. 2022-ൽ 920 കോടി രൂപയുടെ സ്വന്തം ഷെയറുകൾ കമ്പനി തന്നെ മാർക്കറ്റിൽ നിന്ന് തിരിച്ചുവാങ്ങി. ഇതും ഇൻവെസ്റ്റേഴ്സിന് നല്ലൊരു സിഗ്നലാണ്. ഒരു കമ്പനിയുടെ നല്ല വശം മാത്രമല്ലല്ലോ നമ്മൾ നോക്കേണ്ടത്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവർ നേരിടുന്നത് എന്നും അറിയണ്ടേ. ഈ ഒരു കാര്യത്തിൽ ഇൻഫോസിസ് വളരെ സുതാര്യമാണ്. അവരുടെ ആനുവൽ റിപ്പോർട്ടിൽ തന്നെ ഈ റിസ്കുകളെപ്പറ്റി അവർ തുറന്നു സംസാരിക്കുന്നുണ്ട്. അവരുടെ കൂടുതൽ വരുമാനവും അമേരിക്ക, യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്നാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നം വന്നാൽ അത് ഇൻഫോസിസിനെ നേരിട്ട് ബാധിക്കും. പിന്നെ ഡോളറും രൂപയും തമ്മിലുള്ള വിലയിലെ വ്യത്യാസം ലാഭത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താം. അതുപോലെ പല രാജ്യങ്ങളിലെയും ടാക്സ് നിയമങ്ങൾ മാറുന്നതും ഒരു റിസ്ക്കാണ്. ടെക്നോളജിയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. പെട്ടെന്നാണ് മാറ്റങ്ങൾ വരുന്നത്. പുതിയ ടെക്നോളജിയിലേക്ക് മാറിയില്ലെങ്കിൽ കമ്പനി പിന്നോട്ടു പോവും. അതുപോലെ നല്ല കഴിവുള്ള ആളുകളെ കമ്പനിയിൽ പിടിച്ചു നിർത്താൻ ഇപ്പോൾ വലിയ മത്സരമാണ്. ഇന്ത്യയിലെ ശമ്പളം കൂടുന്നതും ലാഭത്തെ ബാധിക്കാം. ഇതൊക്കെയാണ് അവർ നേരിടുന്ന പ്രധാന ബിസിനസ് റിസ്കുകൾ. അപ്പോൾ ഇത്രയും വർഷത്തെ ഈ യാത്രയിൽ നിന്ന് നമ്മളെപ്പോലെയുള്ള ഒരു സാധാരണ ഇൻവെസ്റ്ററിന് എന്താണ് പഠിക്കാനുള്ളത്? നമുക്ക് നോക്കാം. ഈ ടേബിൾ നോക്കിയാൽ മതി ഇൻഫോസിസിന്റെ വളർച്ചയുടെ കഥ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ. വരുമാനം, ജീവനക്കാർ, ക്ലയന്റുകൾ എല്ലാം 10 മടങ്ങ് കൂടി. എന്നാൽ ഒരു കാര്യം അന്നും ഇന്നും മാറിയിട്ടില്ല. കമ്പനി കടമില്ലാത്ത കമ്പനിയായിട്ട് തന്നെ തുടരുന്നു. ഈ ഒരു സാമ്പത്തിക അച്ചടക്കമാണ് ലോങ് ടേമിൽ സമ്പത്തുണ്ടാക്കി കൊടുത്തത്. അപ്പോൾ എന്താണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ചെറിയ ലാഭങ്ങൾക്ക് പുറകെ പോകാതെ ദീർഘകാലത്തേക്ക് ചിന്തിക്കുക. നല്ല ഭരണവും സുതാര്യതയുമാണ് വിശ്വാസമുണ്ടാക്കുന്നത്. മാറുന്ന ലോകത്തിനനുസരിച്ച് മാറാനുള്ള കഴിവ് അത്യാവശ്യമാണ്. കടമില്ലാതെ ബിസിനസ് ചെയ്യുന്നത് പ്രതിസന്ധികളിൽ കരുത്തു നൽകും. ഏറ്റവും പ്രധാനമായി ഇൻഫോസിസ് എന്നത് പെട്ടെന്ന് പൈസയുണ്ടാക്കാനുള്ളൊരു സ്റ്റോക്കല്ല, മറിച്ച് ക്ഷമയോടെ കാത്തിരുന്നാൽ സമ്പത്ത് വളർത്തുന്ന ഒരു കഥയാണ്. വെറും ഊഹാപോഹങ്ങളെയോ വാർത്തകളെയോ വിശ്വസിക്കാതെ കമ്പനിയുടെ സ്വന്തം റിപ്പോർട്ടുകളിലൂടെയുള്ള ഈ വിശകലനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനിയും ഇതുപോലുള്ള ആഴത്തിലുള്ള വിശകലനങ്ങൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. നന്ദി.